പഴകും തോറും വീര്യം കൂടുന്നത് വൈനല്ലേ, ബർഗറിനല്ലല്ലോ. എന്നതേ പിടിച്ചോ, ഇതൊരു ബർഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞങ്ങളുടെ വക ഇത്തവണത്തെ ന്യൂ ഇയറിന് നിങ്ങൾക്ക് നൽകുന്ന ഒരു ട്രീറ്റാണ് ഈ ബർഗർ. ഇതും കുറച്ച് പഴക്കമുണ്ട്, ഏതാണ്ട് 3-3.5 കൊല്ലം പഴക്കം. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോവാം. ഹായ്, ഹലോ, നമസ്തേ, വെൽക്കം യു ഓൾ ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് കൾച്ചർ കഫേ. അപ്പോൾ നമ്മൾ ഇന്ന് കൾച്ചർ കഫേയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് സെഗ്മെന്റ് കുക്കിംഗ്. ഓക്കെ, അപ്പോൾ കുക്കിങ്ങിന് ഇന്ന് ഞാൻ എടുത്തേക്കുന്ന ഡിഷ് ഏതാണെന്ന് വെച്ചാൽ ബർഗർ. അതും ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി. ബർഗർ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബർഗർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോർമലി 3 സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പാറ്റീസ് ചെയ്തെടുക്കണം. പാറ്റീസ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. ചിക്കൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഒരുപാട് കുക്ക് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ആ വിസിൽ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടണം, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഒനിയൻസ് എടുക്കുന്നുണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് എടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ പച്ചമുളക്. ഞാനിവിടെ പൊട്ടറ്റോ വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുമായി പിന്നെ ബ്രെഡ് ക്രംസ് വേണം മുക്കി വറുക്കാനായിട്ട്. ബ്രെഡ് ക്രംസും പിന്നെ എഗ് ബീറ്റ് ചെയ്ത് വെച്ചേക്കാം, എഗ്ഗും ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് പോർഷൻ, അതായത് പാറ്റീസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനം. പാറ്റീസ് ചെയ്യാനായിട്ട് 2 രീതിയിൽ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ ഫസ്റ്റ് ഈ ഒനിയനും ബാക്കി എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ചിക്കൻ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് അതും പൊട്ടറ്റോയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്, കാരണം ഞാൻ കട്ട്ലറ്റ് ആയിട്ട് ഓൾറെഡി ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന എല്ലാം ചേർത്ത്, അതായത് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനും ഒണിയനും ജിഞ്ചർ ഗാർലിക് പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ചിക്കനും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണേ. അപ്പോൾ നമ്മൾ ചിക്കനും എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് കിഴങ്ങ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. സോ കിഴങ്ങ് കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ നേരത്തെ അരച്ചു വെച്ച കൂട്ടിൻ്റെ കൂടെ പൊട്ടറ്റോ വേവിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് പരുവമാണ്. കുറച്ച് കട്ടിയാണ്, ഒരുപാട് ലൂസായിട്ട് എടുക്കരുത്. ലൂസായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. ഇനി നമുക്ക് നമ്മുടെ ബർഗറിന് ആവശ്യമായിട്ടുള്ള പാറ്റീസിന് എത്ര വലുതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ബണ്ണ് അത്ര വലുതൊന്നുമല്ല, അതുകൊണ്ട് ഒരു മീഡിയം സൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി അതൊന്ന് കയ്യിലേക്ക് എടുത്ത് നന്നായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നല്ലൊരു സർക്കിൾ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഈ നന്നായിട്ട് വന്നിട്ടുണ്ട് പാറ്റീസ്. അങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ ചെയ്തിട്ട് ഇവിടെ മുട്ടയിൽ ഞാൻ കുറച്ച് മിക്സ്ഡ് ഹെർബ്സും സോൾട്ട് പെപ്പർ ഇതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഡിപ്പ് ചെയ്തു. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കൂടെ കോട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാറ്റീസ്, ബർഗറിന് ആവശ്യമായിട്ടുള്ള പാറ്റീസിൻ്റെ എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് വറുത്ത് കോരിയാൽ മാത്രം മതി. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് നമ്മളിത് ജസ്റ്റ് ഒന്ന് ചില്ലർ ട്രേയിലേക്ക്, ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവുകയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള അത്രയും ചിക്കനും ഇതൊക്കെ വെച്ചിട്ട് എനിക്കൊരു 8 എണ്ണം, 1 2 3 4 5 6 7 എണ്ണം വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള 7 പാറ്റീസിനുള്ളത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു 20 മിനിറ്റ്സിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പാറ്റീസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ്സിൽ കൂടുതലായിട്ടുണ്ട്. ഇപ്പം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ ചൂടാക്കി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പാറ്റീസ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ
നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഓരോന്ന് അറ്റ് എ ടൈം ഒന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് അത്രയും കുറവായിരിക്കും. അപ്പോൾ എന്തായാലും പതിയെ 2 സൈഡും നന്നായിട്ട് ആ ഒരു ബ്രൗൺ കളറിൽ വരുന്നവരെയും നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കുറച്ചുകൂടി വിസ്തീർണ്ണമുള്ള ഒരു പാനാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ഒക്കെ ഇടാൻ പറ്റും കേട്ടോ. ഇപ്പം നോൺ സ്റ്റിക്ക് എന്തെങ്കിലും എടുക്കുന്നെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. പാറ്റീസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. 2 സൈഡും ഒന്ന് മുരിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് നമ്മുടെ ബട്ടറാണ് യൂസ് ചെയ്യണേ. അതിലേക്ക് ബൺ വെച്ചു 2ആയിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സൈഡിലൊന്ന് ചെറുതായിട്ടൊന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. നമ്മൾ ബണ്ണെല്ലാം തന്നെ കറക്റ്റായിട്ട് ടോസ്റ്റ് ചെയ്ത് 4 ബണ്ണുണ്ട്, 2ആയിട്ട് ചെയ്തു. താഴെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റായിട്ട് വന്നാൽ മതി. സോ ഇത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇതിൽ ഒരു ലെയർ നമുക്ക് വേണ്ടി ചെയ്യുന്നത് ശരത്താണ്. സോ ഇത് ചെയ്യാൻ പോകുന്ന ശരത്തായിരിക്കും. ഇത് നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ്. അങ്ങനെ ഐശ്വര്യമായിട്ട് ശരത്ത് പണി തുടങ്ങി. നേരെ തന്നെ ബട്ടർ നന്നായിട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ മുന്നിലേക്ക് വെച്ചു. ഇനിയാണ് മെയിൻ ഐറ്റം, അതായത് നമ്മൾ ഒരു എഗ് ബുൾസേ ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ സണ്ണി സൈഡ് അപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് ചെയ്യാനാണ് ഇപ്പോൾ പരിപാടി. അതിൻ്റെ മുകളിലേക്ക് കാര്യമായിട്ട് മിക്സ്ഡ് ഹർബ്സ് ഇട്ടിട്ടുണ്ട്. ഇനിയാണ് കളി. നമ്മൾ ചെയ്തപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ ഈ പരിപാടി ചെയ്യാനായിട്ട് നമ്മൾ എടുത്ത പാൻ അത്രത്തോളം സെറ്റ് ആവില്ലായിരുന്നു. സോ ദെൻ വി ഫൈൻഡ് എ സൊല്യൂഷൻ. ലൈക്ക് അപ്പച്ചട്ടിയിൽ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നു. അങ്ങനെ നമ്മൾ അത് ശരിയായിട്ട് വെച്ചു. ഇനി നമ്മൾ കാണിക്കുന്നത് ഇതാണ് പിക്കിൾഡ് കുക്കുംബർ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താ പറയുക, ഒലീവ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ ഉപ്പിലിട്ടിട്ട് അത് യൂസ് ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വയ്ക്കുന്ന ആ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ക്രീമി ഒരു സോസ് ഉണ്ടല്ലോ, അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന കുക്കുംബർ എടുത്തിട്ട് അതിനകത്തേക്ക് ടൊമാറ്റോ സോസും എഗ്ലെസ് മയണൈസാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് 3ഉം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് അതിലേക്ക് വെക്കാനുള്ള സോസ് റെഡിയാവും. ഇനി നമുക്ക് ലെയർ ചെയ്ത് തുടങ്ങാം. അതിന് നമ്മളെടുത്ത് ബർഗർ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഇങ്ങനെ വയ്ക്കുക. നമ്മളെടുത്ത് വെച്ചേക്കുന്ന സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ലെറ്റ്യൂസ് വെച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് പാറ്റീസ് പ്ലേസ് ചെയ്യാം. അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഈ ഒരു സോസ് മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്യുന്ന ഓണിയൻ, പിന്നീട് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി ഈ സൈഡിലേക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെക്കാം. ഫസ്റ്റ് വൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഒരു കാര്യം മറന്നുപോയത്. നമ്മുടെ ശരത്ത് ചെയ്ത ആ ഒരു സ്പെഷ്യൽ സണ്ണി സൈഡ് അപ്പ് അല്ലെങ്കിൽ ബുൾസേ ഉണ്ടല്ലോ, അത് മറന്നുപോയി. പിന്നെ രണ്ടാമത്തെ അത് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ആദ്യത്തേത് തുറന്ന് പിന്നെ അതിനകത്ത് കുറച്ചൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ അവസാനം കറക്റ്റായിട്ട് തന്നെ വെച്ചു കേട്ടോ. അതും കൂടെ വന്നാലേ ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇതേ കണ്ടോ, നമ്മൾ വീണ്ടും അതിനകത്ത് എന്താ പറയുക, നമ്മുടെ മുൾസയൊക്കെ വെച്ച് നമ്മുടെ ബർഗർ കുട്ടപ്പന്മാർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ന്യൂ ഇയർ നൈറ്റിന് ഇത് നല്ലൊരു ഓപ്ഷൻ അല്ലേ. വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ബർഗർ എന്താ അല്ലേ. അപ്പോൾ നിങ്ങൾ ആരും ചെയ്യാൻ മറക്കണ്ട. ന്യൂ ഇയർ എല്ലാവർക്കും അടിപൊളിയായിരിക്കട്ടെ. ഓക്കെ, സ്റ്റേ ട്യൂൺ ടു കൾച്ചർ കഫേ ഫോർ മോർ സച്ച് വീഡിയോസ്. താങ്ക് യു.